ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലല്ല, അനീഫ്ഖാൻ്റെ അനിയൻ്റെ വീട്ടിൽ നിക്കാഹ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഉച്ചക്കായിരുന്നു പരിപാടി. അതുകൊണ്ട് തന്നെ തലേ ദിവസം തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു രാത്രി. പിന്നെ പിറ്റേന്ന് രാവിലെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏതൊരു ഫുഡിൻ്റെയും റെസിപ്പി കാണിക്കുന്നില്ല, കാരണം ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ നമുക്ക് റെസിപ്പി കാണിക്കാൻ കഴിയില്ല. ഇന്ന് ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത്രയും എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. ബ്രോസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തലേ ദിവസം തന്നെ ബട്ടർ മിൽക്കിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബ്രോസ്റ്റിനുള്ള ചിക്കനൊക്കെ. ഇപ്പോൾ പിറ്റേന്ന് പൊടിയൊക്കെ തട്ടിയെടുക്കുന്നുണ്ട്. ഒക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ, കാരണം ഫിദ് ഉണ്ടായിരുന്നില്ല, അവൻ ടൂറിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുത്തതും അതുപോലെ തന്നെ കുക്കിങ്ങും ഒക്കെ കൂടെ എനിക്ക് ഇത്രയൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ. തലേ ദിവസം തന്നെ പുഡിങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസിനുള്ള അരിയൊക്കെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തമ്മിലൊന്ന് മിക്സ് ആക്കാണ്ട്, പക്ഷേ ഞാനത് ഇപ്പോൾ തന്നെ മിക്സ് ആക്കിയാൽ ചൂടാറിപ്പോവും. അതുകൊണ്ട് അവരെത്തുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് മിക്സ് ആക്കാമെന്ന് വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരടുപ്പത്ത് ചില്ലി ചിക്കൻ ഉള്ളത്, ആ ചിക്കൻ റെഡി ആവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ അടുപ്പത്ത് ബീഫ് വരട്ടിയെടുക്കുന്നുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫ് റെഡി ആയതിനു ശേഷം പിന്നെ ആ അടുപ്പത്ത് വെച്ചിട്ട് സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാസ് വന്ന് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞാനിവിടെ പുറത്തെടുപ്പത്ത് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അകത്ത് പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഏകദേശമൊക്കെ ഫുഡൊക്കെ റെഡിയായി. ഫ്രൈഡ് റൈസ് മിക്സ് ആക്കുന്നതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ തിരക്കിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് അതിനൊന്നും പറ്റിയില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, എല്ലാവരും ഫുഡൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണല്ലോ അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം ഒരു 12:45 1 മണിയായപ്പോഴേക്ക് അവരെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ചു. അതിൻ്റെ ആ സമയത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു തിരക്കിൽ, ഫുഡൊക്കെ എടുക്കുന്ന തിരക്കിൽ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പുഡിങ്ങൊക്കെ കഴിക്കുകയാണ്. ആ സമയത്താണ് കേട്ടോ ഞാൻ ക്യാമറ എടുത്തത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കിട്ടിയ കുറച്ച് വീഡിയോസാണ്. വളരെ കുറച്ച് വീഡിയോസായിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മുടെ വീട്ടിൽ പരിപാടിയാകുമ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫിദുവാണ് അധികം വീഡിയോസൊക്കെ എടുക്കാറ്. അങ്ങനെ ആകുമ്പോൾ എല്ലാ വീഡിയോസും കിട്ടും കേട്ടോ. പക്ഷേ അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും ഒരുപാടൊന്നും എടുക്കാൻ പറ്റില്ല. അവന് ഏകദേശം ടൂർ കഴിഞ്ഞ് അന്ന് ഉച്ചക്കാണ് എത്തിയത്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർ ഒന്നിച്ചൊന്ന് സംസാരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അവരുടെ ഫാമിലിയാണിത്. പിന്നെ അനീഫ്ഖാൻ്റെ അനിയനെയും വൈഫിനെയൊക്കെ നേരത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അവൾക്ക് അധികമൊന്നും ലീവില്ല. അവൾ പഠിക്കുന്ന അർമേനിയയിലാണ് MBBSന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 1.5 ആഴ്ചകളൊക്കെ അവൾക്ക് നിക്കാഹിന് ശേഷം ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ അവിടെ ക്ലാസ് തുടങ്ങും. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. കുറച്ച് ലോങ് ആണല്ലോ, ഏകദേശം 2-3 മണിക്കൂർ യാത്ര ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരവിടുന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. ആ സമയത്താണ് കേട്ടോ ഞാൻ കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തത്. ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും. പിന്നെ അത് അവൻ്റെ ഉമ്മയാണ്. ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് നമ്മളെല്ലാവരും തമ്മിൽ പരിചയപ്പെടുക. കാരണം നിക്കാഹിൻ്റെ അന്നും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും പരിചയപ്പെടാൻ പറ്റിയില്ല. ഈ ദിവസം നമ്മൾ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ. ഇതാണ് കേട്ടോ മോൻ്റെ ഉമ്മയും ഉപ്പയും. അങ്ങനെ പിന്നെ കുറേ നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം അവരിറങ്ങി. അതിന് ശേഷമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. കാരണം എല്ലാവരും അവരായിട്ട് സംസാരിക്കുന്നതായിരുന്നു. അവർ പോയതിൻ്റെ ശേഷമാണ് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.